ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജണി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുഷ്പ ടു ദ റൂൾ അതിന്റെ ടീസർ വന്നിരിക്കുകയാണ്. സംഭവം വന്നിട്ട് കുറെ നേരമായി, പക്ഷെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അരി വാങ്ങണ്ടേ. സോ അതിനുശേഷമാണ് നമ്മളിത് കാണുന്നത്. ഫസ്റ്റ് ആയിട്ട് കാണുകയാണ്. നേരെ വീഡിയോയിലേക്ക്. അതിനുശേഷം ഞാൻ പറയാം. റെഡി? മൈത്രി മൂവി മേക്കിംഗ്. ഓ ഹോ ഹോ. മോനെ പുഷ്പ ടു ദ റൂൾ. ഓ എന്റെ പൊന്നോ. ഹോ, ചെറിയൊരു സാധനം, പക്ഷെ അതിൽ തന്നെ ആ അല്ലു അർജുന്റെ ഒരു എന്താ പറയാ, അതിന് ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ. അല്ലു അർജുന്റെ സ്വാഗ് ഒന്നും പറയാൻ പറ്റില്ല, അത് പുഷ്പയുടെ ഒരു സ്വാഗ് ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ഒരു സ്വാഗ് ഉണ്ട്. അത് ഇങ്ങനെയുള്ള നിർത്തുള്ള, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പുള്ളി ഇങ്ങനെ നിന്ന തന്നെ അത് ഭയങ്കര കേട്ടോ. അത് കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതില് ഗോഡസ് അല്ലെ, നമ്മുടെ കാളി തന്നെയല്ലേ? അതെ, അതിന്റെ ഒരു രൂപം, അതായത് എന്താ പറയാ, ഇപ്പൊ കറക്റ്റായിട്ട് തന്നെ പറയാം, ആ ഒരു അല്ലെ അവതാരം എന്ന് പറയില്ലേ, കാളിയുടെ അവതാരം എന്ന് പറയുന്ന ആ രീതിയിലാണ് മേക്കിംഗ്. നമ്മൾ അതിന്റെ പോസ്റ്റർ കണ്ടിരുന്നു, പോസ്റ്ററിൽ കണ്ടിട്ടുള്ള സംഭവം തന്നെ. പക്ഷെ പെർഫോമൻസ് ഈസ് നെക്സ്റ്റ് ലെവൽ. കാരണം നമ്മളൊരു അല്ലു അർജുൻ സിനിമ കാണുന്നുണ്ടാണ്. ഇപ്പോ ഒരു കാര്യം പറയാം, ഇതിൽ നാഷണൽ അവാർഡ് പോലെയുള്ള ഭയങ്കര ലോക മണ്ഡലങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ പോകണ്ട. സിനിമ എന്നുള്ള രീതിയിലേക്ക് എടുക്കുമ്പോൾ ഞാൻ സീരിയസ്ലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ പൊളിറ്റിക്സും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ അല്ലാത്ത പക്ഷം ഒരു അല്ലു അർജുൻ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഭയങ്കര ഒരു എൻജോയ്മെന്റ് പരിപാടിയാണ്. ആ ഒരു പ്രോസസ് തന്നെ ഭയങ്കര രസമാണ്. തിയേറ്ററിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രീനിൽ പുള്ളിക്കാരൻ വരുന്നത് മുതൽ അങ്ങോട്ട് ഒരു എന്താ പറയാ, അടിച്ചാപ്പൊളി പരിപാടിയാണ്. അത് 100% സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് നമ്മുടെ ഫാസിൽ ഇതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്റെ പൊന്നോ എന്നുള്ളൊരു ചിന്തയാണ്. കാരണം പുള്ളിയുടെ ഒരു എക്സ്ട്രീം ലെവൽ പെർഫോമൻസ്, ഒരു പക്ഷേ വില്ലനിസം നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആൻഡ് പുഷ്പയുടെ ആണെങ്കിലും ഇതുവരെ കണ്ടതല്ല മോഹനെ, ഇനിയാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ഇതിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ചെറിയൊരു 1 മിനിറ്റുള്ള സാധനമേ ഉള്ളൂ. പക്ഷെ പുള്ളി എന്താ ഇപ്പൊ ഇതിൽ ഡയലോഗ് ഇല്ല, വേറെ ഒന്നുമില്ല, ജസ്റ്റ് മ്യൂസിക്, പുള്ളിക്കാരൻ വരുന്നു, ആ ഒരു നടത്തം, അത് മതി. അതിലുണ്ട് എല്ലാം എന്ന് പറയില്ല. അങ്ങനെ അല്ലുവിന്റെ സിനിമയാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ആ പ്രതീക്ഷ വെച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആവാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതലൊന്നും പറയാനില്ല, കാരണം കൂടുതൽ വേറെ സാധനങ്ങളൊന്നും കൊടുത്തില്ല. ജസ്റ്റ് ആ പുഷ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രം. അത് നമ്മളിപ്പോ പുഷ്പയിലേക്ക് വരുമ്പോൾ അതുവരെയുള്ള അല്ലു അർജുന്റെ മറ്റ് പെർഫോമൻസുകളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പുഷ്പ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അതിന്റെ മാനറിസങ്ങളൊക്കെ മുഴുവനായിട്ടും അതിൽ കറക്റ്റ് പിടിച്ച് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരൊറ്റ ഇതിൽ തന്നെ ആ വരവ് അല്ലെ, അതൊരു ഭയങ്കര സംഭവം. കാരണം എനിക്ക് എന്താ പറയുക, എനിക്ക് ഒന്നാമത്തെ ആ ഒരു പാർട്ടിൽ തന്നെ പുള്ളിന്റെ ആ ഒരു നടത്തം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് തന്നെ എന്റെ കണ്ണു പോകുന്ന ആ ഒരു നടത്തിലേക്കും ആ ഒരു തോളിന്റെ ചെരുവിലേക്കൊക്കെയാണ്. അപ്പൊ അത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. എന്തായാലും പുഷ്പയുടെ അടിച്ചപ്പൊളി പരിപാടികൾക്ക് വെയിറ്റിംഗ് ആണ്. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് സിനിമ റിലീസിനെത്തും. സോ ടീച്ചർ കണ്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിലേക്ക് രേഖപ്പെടുത്തുക. അതുപോലെ എത്ര പേര് വെയിറ്റിംഗ് ഈഗർലി എന്ന് പറയാവുന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് ഉണ്ട് എന്നുള്ളതും കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ